പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വായ എന്തൊക്കെയാ കുത്തിക്കേറ്റ് വെച്ചു എന്നിട്ട് സാധനം പറഞ്ഞിട്ട് സാധനം ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമുക്ക് നാളെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അതാണ് ഇന്നത്തെ വീഡിയോ അല്ലേ ഉണ്ടേ. നാളെ നമുക്കൊരു സവിശേഷതയുള്ള ദിവസമാണ്, സങ്കടമുള്ള ഒരു ദിവസം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നാളെ നമ്മുടെ വെല്ലുമ്മച്ചീൻ്റെ ആണ്ടാണ് അല്ലേ. നമ്മുടെ വെല്ലുമ്മച്ചി മരിച്ചിട്ട് 1 വർഷം തികയുന്ന ദിവസമാണ് നാളെ കേട്ടോ. അപ്പോൾ വെല്ലുമ്മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമൊക്കെ കാണുന്ന ഫസ്റ്റ് അല്ലേ, തുടക്കത്തിലെ വീഡിയോസിലൊക്കെ വെല്ലുമ്മച്ചി ഉണ്ട് അല്ലേ. വെല്ലുമ്മച്ചിൻ്റെ കൂടെ ചക്ക അരി, ഞങ്ങൾ ആ ഒരു വീഡിയോ വെല്ലുമ്മച്ചിൻ്റെ കൂടെ കുത്തിട്ട് ചക്ക അരിയുന്ന ഇങ്ങനെ വീഡിയോ, അത് അല്ലാണ്ട് ഒരു 10 ലക്ഷത്തിന് മേലെയൊക്കെ വ്യൂസ് പോയതാണ്. ഓക്കെ, അപ്പോൾ വെല്ലുമ്മച്ചി മരിച്ചിട്ട് ഇന്ന് 1 കൊല്ലം, എന്നല്ല നാളെ 1 കൊല്ലം തികയാണ്, മരിച്ച ദിവസമാണ്. അപ്പോൾ നാളെ ആണ്ടും പരിപാടി, അതിൻ്റെ പരിപാടി സംഭവങ്ങളൊക്കെയാണ് നാളത്തെ വീഡിയോസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കണം. അതെ അതെ, വലിയതായിട്ടുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. അതെ, നാളെ വെല്ലുമ്മച്ചീൻ്റെ കുർബാനയുണ്ട്, വെല്ലുമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയുണ്ട് പള്ളിയിൽ. അതും കഴിഞ്ഞ് നമ്മൾ വെല്ലുമ്മച്ചീൻ്റെ കല്ലറയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വീട്ടിൽ വന്നിട്ട് ചെറിയൊരു ഫുഡ്, നമ്മുടെ വീട്ടിൽ പരിപാടി വെക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഇതില്ല, നമ്മുടെ വീട്ടിലെ മക്കൾ, വെല്ലുമ്മച്ചീൻ്റെ മക്കൾ മാത്രം എല്ലാവരും കൂടെ വന്നിട്ട് ചെറിയൊരു ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര അല്ലേ, ചെറിയ രീതിയിൽ. അതാണ് ഗൈസ് നാളത്തെ പരിപാടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്താണ് പരിപാടി, ഇപ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുക, നല്ല മഴയാട്ടോ, മഴ നല്ല. അപ്പോൾ വേറൊരു സങ്കട വാർത്ത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പിള്ളേർക്ക് അവധി കൊടുക്കുമെന്ന് പറഞ്ഞ സംഭവം അല്ലേ, സ്കൂളിൽ അവധി കൊടുക്കുമെന്ന് പറഞ്ഞ സംഭവം വെറുതെ കോഴിക്കോട് ജില്ലയ്ക്ക് മൊത്തം അവധി അങ്ങ് പറയുക. കോഴിക്കോട് ജില്ലയ്ക്ക് നമ്മുടെ നാട്ടിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അല്ലേ. നമ്മുടെ നാട്ടിൽ സ്കൂളിൽ കുട്ടികളെ വിടുന്ന എല്ലാവരും സ്കൂൾ ബസ്സിൽ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അപ്പനന്മാർ തൊട്ടടുത്ത് നടന്നുകൊണ്ട് സ്കൂളിൽ കോടയം ചൂടി നടന്നുകൊണ്ടേ വിടുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. 3 മണിയാകുമ്പോൾ കഴിയുകയും ചെയ്യും. അതെ അതെ, 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പോയി കൂട്ടും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ വിഷയം എന്ന് പറയാൻ അവർക്ക് ഓണത്തിന്റെ എക്സാം അടുത്തിരിക്കും, അങ്ങനെ എല്ലാ ടച്ചും വിട്ടുപോകും പിള്ളേർ. ഒന്നാമത്തെ കാര്യം ഈ എഴുത്തും വായനയും പഠിച്ചു വരുന്ന സമയമാണ്. എഴുത്തും വായനയും പഠിച്ചു വരുന്ന സമയമായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് യാതൊരു, ഇപ്പം വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇപ്പം പുന്നരയാകട്ടെ നമ്മൾ വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമ്മൾ എത്ര പറഞ്ഞാലും അവരൊരു സമയം വരെ ഇരുന്നാലും പിന്നെ അവർ പോയി കിടന്ന് ഉറങ്ങുകയും കളിക്കും. ഈ മഴയായതുകൊണ്ട് കളിക്കാൻ പോലും പിള്ളേർക്ക് താല്പര്യമില്ല. പിള്ളേരെന്ന് പറയുന്നത് ഫുൾ ടൈം ഉറക്കം, ടി വി കാണുക അല്ലെങ്കിൽ ഫോണിൻ്റെ മുകളിൽ കുത്തുക, എന്നിട്ട് കിടന്ന് ഉറങ്ങുക, ഇതിൻ്റെ പരിപാടി. അപ്പം പിള്ളേർ മുരടിച്ചു പോകും. ഇത് ചില സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ അവധി കൊടുക്കണമെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന പഞ്ചായത്തിന് അവധി എന്ന് പറഞ്ഞ കാര്യമുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ള സ്ഥലമാണെങ്കിൽ അവിടെയുള്ളവർക്ക് മാത്രം അവധി. പക്ഷെ നമ്മുടെ പഞ്ചായത്തിലൊന്നും അങ്ങനെ അവധി കൊടുക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പമില്ല, സാധാരണ പോലെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അവധി കൊടുക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് സംശയമാണ്. ഇപ്പോൾ ചില പിള്ളേർ കാണുമ്പോൾ എന്നെ തെറി പറയും. +1 +2 ഉള്ള ആൾക്കാരൊക്കെ എന്നെ കണ്ടാൽ തെറി പറയും, നിനക്ക് എന്നാത്തിൻ്റെ അസുഖമാണെന്ന് ചോദിക്കും അല്ലേ. നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളുടെ അവധി ആരും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമല്ല എന്നൊക്കെ പറയും. പക്ഷെ അതല്ല, ഓണപ്പരീക്ഷ വരുമോ പിള്ളേർക്ക്. ഓണപ്പരീക്ഷയുടെ സമയത്ത് പിള്ളേർക്ക് ഈ പഠിപ്പ് വലിയ പിള്ളേർക്ക് പിന്നെയും വിഷയമില്ല, അവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ചെറിയ കുട്ടികൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുള്ള പിള്ളേർ, എൻ്റെ പിള്ളേർ അങ്ങനെയാണല്ലോ, നമ്മുടെ തക്കടും പുന്നരയും. അപ്പോൾ അവർ എഴുത്തും വായനയും പഠിച്ചു വരുന്ന സമയം. അപ്പോൾ കുറേ എനിക്കൊന്ന് വെള്ളിയാഴ്ച തൊട്ട് അവധിയാണ്. വെള്ളിയാഴ്ച, ശനിയാഴ്ച അവധി, ഞായറാഴ്ച അവധി, തിങ്കളാഴ്ച ഇന്ന് അവധി, നാളെ അവധി. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ പിള്ളേരുടെ ആ ടച്ച് അങ്ങ് വിട്ടുപോകും, എഴുത്തും വായന. നമ്മളിവിടെ കുത്തുന്ന എത്ര പഠിപ്പിച്ചെന്നുള്ള ലിമിറ്റ് ഉണ്ട്. അവരുടെ തലയിൽ കയറാം. നമ്മളോട് നീ പോടാ പപ്പാന്ന് പറയും, അല്ലെ നീ പോടി മമ്മി, ആ ഒരു ബന്ധമാണ്. നമ്മൾ കൂടുതൽ പിള്ളേരുമായിട്ട് ഒരു ഇതായതുകൊണ്ട് പിള്ളേർക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നാളത്തെ പ്രത്യേകം, നാളെ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്ത്. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം, നാളത്തെ വീഡിയോ കാണാം. ബൈ.